നമസ്കാരം സുഹൃത്തുക്കളെ, മല്ലുകുളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സീരീസ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 20,000 ക്യാപിറ്റൽ വെച്ചിട്ട് ഓപ്ഷൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ 19 അതായത് 19,950 ഉണ്ട് നമ്മളടുത്ത് ക്യാപിറ്റലായിട്ട്. ഈ ക്യാപിറ്റൽ വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓപ്ഷൻ ട്രേഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 1 crore വരെ എത്തിക്കാനാണ്. അപ്പോൾ ഏതായാലും ആദ്യം ട്രേഡ് എടുക്കാം. ട്രേഡ് എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ട്രേഡ് എടുത്തതിന് ശേഷം പറയാം. നമ്മൾ എടുക്കാൻ പോകുന്നത് 25,600 ആണ്. 25,600 ഒരു ലോട്ട് എടുത്തിട്ടുണ്ട്. 190 സംതിങ്ങിനാണ് നമുക്ക് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ നമ്മൾ ഓരോ മാസം ഗ്രോ ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു 50% വെച്ചിട്ട് ഗ്രോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം ചെറിയ മൂവ്മെന്റ് മുകളിലോട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു 25,560 ആ റേഞ്ചിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു എക്സ്പെക്ടേഷനിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഏതുവരെ എത്തും എന്നുള്ളത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം 475 രൂപ പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡെയിലി ഒരു ആവറേജ് ഒരു 5% ക്യാപിറ്റലിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ആ ഒരു ഉദ്ദേശത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഓൾറെഡി 750, 800 റേഞ്ചിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഓർഡർ പ്ലേസ് ചെയ്യണത് ഇപ്പം തന്നെ നമുക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സഡൻ സ്പൈക്ക് കിട്ടി കഴിഞ്ഞാൽ ആ സ്പൈക്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് 220 കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 220 എക്സിറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് ഓർഡർ ആക്കിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടേണ്ടതാണ് മുന്നോട്ട്. ഇപ്പൊ തന്നെ ആ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആണ് 2-3 ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട്. ഓർഡർ 200 ഇപ്പോൾ ഏകദേശം ആ റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് ആദ്യത്തെ ദിവസമായ കാരണം ഞാൻ അധികം വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി അഥവാ അവിടെ എത്തുന്നതിന്റെ മുന്നേ ചിലപ്പോൾ ഒരു വിക്ക് ക്യാൻഡിലായിട്ട് അതൊരു റിജക്ഷൻ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫസ്റ്റത്തെ ദിവസമായ കാരണം തന്നെ നമുക്കൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഞാനത് എക്സിറ്റ് ചെയ്യാണ്. ഒരു മാർക്കറ്റ് ഓർഡറിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു സ്പൈക്ക് കിട്ടുമോ നോക്കിയേക്കാം. 220 ചിലപ്പോൾ നമ്മൾ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഞാനത് എക്സിറ്റ് ചെയ്ത് ഏകദേശം 214, 85 എന്നുള്ള റേഞ്ചിലാണ് എക്സിറ്റ് ആയത്. 1,500 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ചാർജസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,450 റുപ്യ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളൊക്കെ ഇനീഷ്യൽ ക്യാപിറ്റലാണ് കാണുന്നത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ ഒരു റേഞ്ചിലേക്ക് നിഫ്റ്റി എത്തിയിട്ടുണ്ട്. നിഫ്റ്റി അവിടുന്ന് ഇനി ചെറിയൊരു ഇഞ്ചക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് തിരിച്ച്. കാരണം അവിടെ റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. കാരണം അതിന് മുന്നൊക്കെ അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അതേപോലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത സമയത്ത് റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അവിടെ റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടത്. നമുക്കൊന്ന് നോക്കാം, കുറച്ച് നേരം ഒന്ന് നോക്കിയേക്കാം. ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്.
നമ്മൾ ഇനി ഏതായാലും ഈ ട്രേഡ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. ഒറ്റ ട്രേഡ് എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റിലാണല്ലോ. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ നിഫ്റ്റി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നെടുത്ത ട്രേഡ് നമ്മൾ അത് ജേണൽ ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇനീഷ്യൽ ക്യാപിറ്റൽ ഞാൻ 20,000 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ജേണൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നിഫ്റ്റി ഓപ്ഷൻസിലാണ്. ബൈ എൻട്രി ആണ്. ക്വാണ്ടിറ്റി 65. അതേപോലെ എൻട്രി പ്രൈസ് എത്രയായിരുന്നു? എൻട്രി പ്രൈസ് നമ്മൾ ആഡ് ചെയ്യാണ്. എൻട്രി പ്രൈസ് 191.55 ആയിരുന്നു. അതുപോലെ എക്സിറ്റ് പ്രൈസും 214.85 അത് ആഡ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത ട്രേഡ് നമ്മളിവിടെ സേവ് ചെയ്തേക്കാണ്. ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ അതിന്റെ സെറ്റപ്പ് എന്തായിരുന്നു? കാരണം സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയറായ ഫോർമേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് വരെ നമുക്കൊരു മൂവ്മെന്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലെടുത്ത ട്രേഡ് ആയതുകൊണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇന്ന് എഴുതാനുള്ള നോട്ടുകൾ എഴുതാം. ജസ്റ്റ് അതുകൂടി എഴുതിയതിനു ശേഷം ജേണല് ക്ലോസ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മളത് എഴുതി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്നത്തെ ആ ട്രേഡ് നമ്മൾ ഇവിടെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇന്ന് ജസ്റ്റ് ഏർലി എക്സിറ്റ് ചെയ്ത് നമ്മൾ ആ ഇതിലേക്ക് റെസിസ്റ്റൻസ് എത്തുന്നതിൻ്റെ മുന്നേ നമ്മളത് ട്രേഡ് എക്സിറ്റ് ചെയ്ത്. അതിനുള്ള കാരണം നോർമലി ഒരു കുറച്ച് ദിവസമായിട്ട് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇന്നത്തെ അപ് ട്രെൻഡ് എത്രത്തോളം അത് സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് എന്നുള്ളത് ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ സേവ് ട്രേഡ് ചെയ്യാണ്. ട്രേഡ് സേവ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ 21,442 ഇതിൽ നമ്മൾക്കുള്ള ഇക്വിറ്റി കാണിക്കുന്നുണ്ട്. അതായത് ഇന്നത്തെ പ്രോഫിറ്റ് കൂടി അതിൽ ആഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഇതായിരിക്കും. കാരണം അതിൽ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടാണ് അതിൽ ചാർജസ് കണക്ക് കൂട്ടുക. എന്നാലും വലിയ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ വരച്ച സപ്പോർട്ടിൽ തന്നെ ഏകദേശം സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ട്രേഡ് ഇവിടെ അവസാനിപ്പിച്ച കാരണം നമ്മൾ ഇനി കൂടുതൽ ഇതിന് വെയിറ്റ് ചെയ്യില്ല. ജസ്റ്റ് ട്രെൻഡ് ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രെൻഡ് ലൈൻ കൂടി വരച്ചിട്ടുണ്ട്. അത് ഇനി എന്താവും അറിയില്ല. ഞാൻ എന്തായാലും ട്രേഡ് എടുക്കുന്നില്ല, ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നാളെ കാണുന്നത് വരെ ബൈ.